ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ട് ശരി, അതുപോലെ തന്നെ എങ്ങനെയാണ് വീട്ടിലത്തെ കാര്യങ്ങളും അതിൻ്റെ ഒപ്പം കുട്ടീനെയും നോക്കിയിട്ട് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്ത് ഞാനിവിടെ വീട്ടിൽ നിന്നിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ. അത് ഞാൻ ക്ലിയർ ആക്കി തരാം. അതായത് ഞാൻ ടൈം മാനേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു വലിയൊരു സ്റ്റോറി തന്നെയാണ്. അതായത് ഒന്നാമത്തത് എൻ്റെ രാവിലെ തന്നെ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അതായത് സെറ്റാക്കി വയ്ക്കും. ഒന്ന് കുക്കിങ്ങോ അതുപോലെ തന്നെ എന്താണ് ഹൗസ് ക്ലീനിങ്ങോ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ സെറ്റാക്കി വയ്ക്കും. അതുപോലെ തന്നെ കുട്ടി എണീക്കുമ്പോൾ കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതായത് അവനിക്ക് ഫുഡ് കൊടുക്കണതോ അതുപോലെ തന്നെ കുളിപ്പിക്കണതോ എല്ലാം ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഒരു 9-10 മണിൻ്റെ ഉള്ളിൽ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഒതുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുട്ടീനെ ഇത്തിരി നേരം ഉറക്കിയിട്ട് അതായത് അവൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ടൈം കൊടുക്കും. ഓക്കെ, അതായത് ഒരു 2 മണിക്കൂർ അവൻ ഉറങ്ങുകയാണെങ്കിൽ ആ 2 മണിക്കൂർ ഞാൻ എൻ്റെ വർക്കിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങി എണീക്കുന്ന നേരം അവൻ്റെ കൂടെ ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്തിട്ട് അതിന് ശേഷം എന്താണ് അവനെ പിന്നെയും ഉറങ്ങുന്ന ആ ഒരു സമയമാണ് ഞാൻ എൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ആകെപ്പാടെ ഞാൻ എൻ്റെ വർക്കിനെന്ന് പറഞ്ഞ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരു 3 മണിക്കൂറാണ്. എന്നാൽ പോലും അതിൽ നിന്ന് ഒരു 1000 കിട്ടിയാലും 5000 കിട്ടിയാലും 10000 കിട്ടിയാലും ഇത് എൻ്റെ സ്വന്തം അധ്വാനത്തിൽ കിട്ടിയതാണ്. ശരിയല്ലേ? നമ്മുടെ പുറത്തൊന്നും പോകാണ്ട് നമ്മുടെ കംഫർട്ട് സിറ്റുവേഷനിൽ നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു അഭിമാനമാണ്. എൻ്റെ സ്വന്തം അധ്വാനത്തിലാണ് ആ ഒരു പൈസ ഞാൻ എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു ഇൻകം എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. ഇതുപോലെ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.